വേനൽ മഴ ഒരു ദിവസം ആർത്തു പെയ്തപ്പോൾ തന്നെ കോഴിക്കോട് മാനാഞ്ചിറ വെള്ളക്കെട്ടിലായി. മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിലിന് മുന്നിലും മിഠായി തെരുവിന്റെ കവാടത്തിന് മുന്നിലുമാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. മഴ കുറഞ്ഞുവെങ്കിലും വെള്ളക്കെട്ടിന്റെ ദുരിതത്തിന് അറുതിയായില്ല. മഴയൊന്ന് ചെറുതായി പെയ്താൽ മതി കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിലിന്റെ മുന്നിലും മിഠായി തെരുവിന്റെ കവാടത്തിന് മുന്നിലും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ. ഇത് ആദ്യത്തെ സംഭവമല്ല, വർഷങ്ങളായുള്ള പതിവ് കാഴ്ചയാണ്. റോഡിലെ വെള്ളക്കെട്ട് കാരണം LICക്ക് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിൽക്കുന്നവർക്ക് പോലും ഏറെ ദുരിതമാണ്. ബസ് കയറുവാനായി വെള്ളം നീന്താതെ യാത്രക്കാർക്ക് കടന്നുപോകാൻ കഴിയില്ല. എന്നാൽ മറ്റു ചിലരാകട്ടെ മലിനജലം ചവിട്ടി നീക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇത് അപകടത്തിനും കാരണമാകുന്നു. നടപ്പാതയുടെ അടിയിലൂടെയുള്ള ബേബി ഡ്രെയിനേജിന് വീതിയില്ലാത്തതാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന് കാരണമെന്ന് മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ പറഞ്ഞു. വലിയ ഡ്രെയിനേജ് നിർമ്മിച്ച് റോഡ് ഉയർത്തിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് വളരെ വർഷങ്ങളായി ഈ ഡ്രെയിനേജ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് ഇത് ഊരാളുങ്കൽ അന്നത്തെ മാനാഞ്ചിറ സ്ക്വയർ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഡ്രെയിൻ അല്ലത്. ആ ഡ്രെയിൻ പഴയ ഡ്രെയിനാണ്, ബേബി ഡ്രെയിനാണ്, ചെറിയ ഡ്രെയിനാണ്. ആ ഡ്രെയിനിൽ കൂടെ ഒരു മഴ ചെറിയതായിട്ട് പെയ്തു കഴിഞ്ഞാൽ അവിടെ ആ ഡ്രെയിനിൽ കപ്പാസിറ്റി ഫുള്ളായി. അവിടെ വലിയ ഡ്രെയിൻ ഉണ്ടാക്കി അവിടെ റോഡ് കുറച്ച് ഹൈറ്റ് ആക്കിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമാവൂ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതേസമയം കോർപ്പറേഷൻ അധികാരികളുടെ കെടുകാര്യസ്ഥിതിയാണ് വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സാധിക്കാത്തതെന്ന് ഓട്ടോ തൊഴിലാളികളും ആരോപിച്ചു. കോർപ്പറേഷന്റെ ഭരണമായിട്ടാണ് ഇവിടെയുള്ള വെള്ളപ്പൊക്കത്തിന്റെ കാരണം. കോർപ്പറേഷൻ ലെവലിൽ പുതിയ മതിൽ കിട്ടുന്നുണ്ട്, അവിടെ AC ആക്കുന്നതൊക്കെ ഉണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓവുചാല് കൃത്യമായിട്ട് ഇന്നർലോക്ക് ഇട്ടിട്ടില്ല. കുറേ കോടിക്കണക്കിന് ഉറുപ്പിക അതിൻ്റെ മുകളിൽ നശിപ്പിച്ചിരിക്കുന്നു. ഇന്നർലോക്ക് ഇട്ട് അത് മാന്താൻ വേറെ പൈസ, ഉണ്ടാക്കാൻ വേറെ പൈസ ഒക്കെ കമ്മീഷൻ കിട്ടുന്നുണ്ടല്ലോ. ഉദ്യോഗസ്ഥന്മാരുടെ നേട്ടം തന്നെ, വേറെ ഒന്നല്ല, ഭരണാധികാരികളെ. വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിലിന് മുന്നിൽ നടപ്പാതയിലെ ഇന്റർലോക്കുകൾ മാറ്റി അഴുക്കുചാലിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 150 മീറ്ററോളം ഭാഗമാണ് വൃത്തിയാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ ശരിയാക്കി തരാം എന്ന ഡയലോഗ് പോലെയാണ് വെള്ളക്കെട്ടിനെതിരെയുള്ള കോർപ്പറേഷന്റെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടവയാണോ ഇവ? ക്യാമറ പേഴ്സൺ ജോൺസൺ K. ജോർജിനോടൊപ്പം അഭിരാമി ഷാജി, കോഴിക്കോട് വിഷൻ.